ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും റിവ്യൂയിലേക്ക് സംപ്രേക്ഷം റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വെറൈറ്റി പടം തന്നെയാണ് തമ എന്നാണ് ചിത്രം. നമ്മുടെ ലോഗോ എന്ന് പറയുന്ന ചിത്രം റിലീസ് ചെയ്ത സമയത്ത് എന്താ പറയുക, ലോഗോയായിട്ട് ഒരുപാട് കമ്പയർ ചെയ്തിരുന്നു എന്നൊക്കെ വന്നിരുന്നു. ഒരു സൂപ്പർ ഹ്യൂമൻ ചിത്രം നമ്മുടെ ബോളിവുഡിൽ വരാൻ വേണ്ടി പോകുന്നത് ഒരുപാട് അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ആ മാതിരി പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആൾക്കാർക്ക് സ്റ്റാറ്റസ് ഇടുന്നു, ആ ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. അതായത് തമ എന്ന് പറഞ്ഞ ചിത്രം ദീപാവലി റിലീസ് ചെയ്തു. തീർച്ചയായിട്ടും അതിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് നമ്മൾ വീട്ടിൽ പറയാൻ വേണ്ടി പോകുന്നത്. തമനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയാ, ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലങ്കൾട്ട് അപരാധക്കാർ വെറും താഴ് നിലവാരമുള്ള ഒരു ചിത്രം തന്നെയാണ്. ആദിത്യ സർബോട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഡയറക്ഷൻ തിരക്കഥ രചിച്ചിട്ട് ഒരു ഹൊറർ യൂണിവേഴ്സിലേക്ക് ഏകദേശം അഞ്ചാമത്തെ ഒരു ഫിലിമാണ്. അതുപോലെ തന്നെ ഒരുപാട് ചിത്രങ്ങൾ അറിയുന്നു. സ്ട്രീറ്റ് 2, അതുപോലെ തന്നെ ബാഡിയ, അതുപോലെ തന്നെ മൂഞ്ചിയ തുടങ്ങിയ ഒരുപാട് ചിത്രങ്ങൾ അറിയുന്നു. എനിക്കൊന്നും എൻ്റെ അറ്റംപ്റ്റിൽ എനിക്ക് ആ ഹൊറർ യൂണിവേഴ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് സ്ട്രീറ്റ് 2 എന്ന് പറഞ്ഞിട്ട് വലിയ കുഴപ്പമില്ലാത്ത ചിത്രമായിരുന്നു. അതുപോലെ തന്നെ ബാഡിയ അത്യാവശ്യം ഒരു ഓക്കെ ലെവൽ തന്നെയാണ് വരുൺ ജവാന്റെ. അപ്പോൾ അത്രയേറെ ചിത്രങ്ങളൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു കൂടുതലായിട്ടുള്ള എന്താ പറയുക, ഹൊററിലേക്ക് പുതിയ ആൾക്കാർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതൊക്കെ തന്നെയാണ് ഇതിന്റെ യൂണിവേഴ്സ് ആയിട്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 2028 അത്രയും ഏറെ ഹൊറർ ആയിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെ ഇവർ കണ്ടെത്തിയിട്ടുണ്ട് യൂണിവേഴ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ മാതിരി പ്ലാനിങ് ആണ്. 28 കഴിഞ്ഞതിന്റെ അപ്പുറത്തോട്ട് വരുമോ ഇല്ല ഏതൊക്കെ ദൈവത്തിന് അറിയാം. ഇനി എന്താ മൂഞ്ചിയ 2 എന്തൊക്കെയാ പറഞ്ഞിട്ട് വരുന്നുണ്ട്, മഹാമൂഞ്ചി എന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നു. അപ്പോൾ അത്രയേറെ ചിത്രങ്ങൾ ഇപ്പൊ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കതൊന്നും പേടിക്കാനില്ല. അപ്പൊ അതിൽ തമയെ കുറിച്ച് പറയുമ്പോൾ സച്ചിനാണ് മ്യൂസിക് ചെയ്തത്. കാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ആയുഷ്മാൻ ഖുറാനിയ, അതുപോലെ തന്നെ രശ്മിക മന്ദാന തുടങ്ങിയവർക്ക് പ്രധാനമായും കാസ്റ്റിംഗ് ആയി വന്നിട്ടുള്ളത്. എനിക്കിത് എടുത്ത് പറയാനെന്ന് നോക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയാനില്ല. എനിക്ക് തോന്നുന്നു ഈ യൂണിവേഴ്സിൽ വെച്ചിട്ട് ഞാൻ കണ്ടു വെച്ചിട്ട് വളരെ ഒരു മോശപ്പെട്ട ഒരു അനുഭവം മാത്രമായിരുന്നു തമ സമ്മാനിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിലോട്ട് നമുക്ക് പുതിയ വരാം. ഏകദേശം ഒരു BC പഴയൊരു കാലഘട്ടത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ഏകദേശം 320 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കഥ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു പണ്ടത്തെ ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട ആൾക്കാർ വരുന്നു, ഒരു കാടിനുള്ളിൽ അകപ്പെടുന്നു. അവരെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ഹൊററുമായിട്ട് അറ്റംപ്റ്റ് സ്റ്റാർട്ടിങ് എഴുതി കാണിച്ചു. ടൈറ്റിലൊക്കെ അലമ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. തമ എന്ന് പറയുമ്പോൾ അത്ര ഹൊറർ എന്ന് പറയുമ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന യാതൊരു തരത്തിലുള്ള ഒന്നും തന്നെ ഇല്ല. വളരെ മോശമായിട്ടുള്ള തരത്തിലാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, സ്റ്റാർട്ടിങ് തന്നെ ഈ കാടിനുള്ളിൽ ഫോറസ്റ്റ് നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹിന്ദി പറയുന്ന ഒരു ബ്രിട്ടീഷുകാരൻ നൈസായി തന്നെ അറ്റംപ്റ്റ് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി തന്നു. അപ്പൊ അങ്ങനെ ആ ഹിന്ദി പറഞ്ഞ ബ്രിട്ടീഷുകാരനും കൊല്ലുന്നു. പിന്നെ നേരെ നമ്മുടെ നായകനിലോട്ടാണ് എത്തുന്നത്. നായകൻ ഒരു യൂട്യൂബറാണ്. ഈ പ്രേതമുണ്ട് അല്ലെങ്കിൽ പ്രേതത്തിനൊക്കെ അത് വെച്ചിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ തൊലഞ്ഞു നിൽക്കുന്ന ഒരു നായകഥാത്രമായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ള നായകൻ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി നോക്കുമ്പോൾ വളരെ മികച്ച ചിത്രങ്ങളൊക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഇന്ത്യ എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ തന്നെയാണ് അദ്ദേഹം. പക്ഷെ ഇതിലെന്തോ അദ്ദേഹത്തിനൊട്ടും വയ്യാത്ത പോലെ തന്നെയാണ് ഇതിൽ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുള്ളത്. അതിലേക്ക് നേരെ അദ്ദേഹം ഒരു ഫോറസ്റ്റിൽ അകപ്പെടുന്നു. അങ്ങനെ നേരെ നമ്മുടെ രശ്മിക എത്തുന്നു. ഒരു പ്രാതമാണ് എന്താ പറയുക, ക്യൂട്ട്നസ് വാരി വിതറിയ ഒരു പ്രാതമെങ്കിൽ അല്ലെങ്കിൽ കുട്ടൂസിന്റെ ഒരു ഹൊറർ ടവർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആ തരത്തിലാണ് ഇതിൽ കുട്ടൂസ് വന്നിട്ടുള്ളത്. രശ്മിക മന്ദാനം ഓപ്പൺ ആയിട്ടുള്ള രസവും കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കുന്ന ഒരു മോഡേണിംഗ് ആയിട്ടുള്ള ഒരു പ്രേതം. എന്തോ ഇങ്ങനെയൊക്കെ എന്താണ് ചെയ്യുന്നത് മനസ്സിലായിട്ട് എനിക്ക് തോന്നുന്നു. ഇവരിത് വെച്ച് വളരെയധികം ഡ്രസ്സിങ്ങിൽ വളരെയധികം മോശമായിട്ട് കാണപ്പെടുന്ന തരത്തിലൊക്കെയാണ് ഇതിന്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. എന്തോ എന്നറിയില്ല. അപ്പൊ അങ്ങനെ എനിക്ക് അകപ്പെടുന്നു. അങ്ങനെ നമ്മുടെ നായികയും കൂടുതൽ അടുക്കുന്നു. അങ്ങനെ നേരെ നായകന്റെ നാട്ടിലൂടെ എത്തുന്നു. അപ്പൊ നായകനെ കാണാനെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ മരിച്ചു കർമ്മങ്ങൾ ചെയ്ത് നായകൻ എത്തുന്നു, സന്തോഷത്തിലാവുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു അപകടം പറ്റുന്ന സമയത്താണ് കഥയുടെ ടേണിംഗ് പോയിന്റ്. നായകൻ തിരിച്ചറിയുന്നു നമ്മുടെ നായക ഒരു യക്ഷിയായിരുന്നു എന്ന് തിരിച്ചറിയുന്നു ഒരു നിലയ്ക്ക് വെച്ചിട്ട്. അപ്പൊ അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് തമ കൊണ്ട് ഉദ്ദേശിച്ചത്. തമ പിന്നെ നമ്മുടെ നായകൻ അവരെ യൂണിവേഴ്സിലേക്ക് അകപ്പെടുന്നു. അതിനുശേഷം ഉള്ള അറ്റംപ്റ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടന്റ് ആയിക്കൊണ്ട് ശ്രമിച്ചിട്ടുണ്ട്. ടോട്ടലി എടുത്ത് പറയാ എവിടെ പോലും ഒരു തരി പോലും ഒരു ഭാഗത്ത് പോലും പിടിച്ചിരുത്താവുന്ന തരി ഒരു നല്ല സീൻസോ ഡയലോഗോ അല്ലെങ്കിൽ ഒരു ബാൻഡ് സ്കോറോ പോലും ചിത്രത്തിൽ ഇല്ലാതെ തന്നെയാണ് ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കുള്ളൂ. ഇത്രയേറെ ബഡ്ജറ്റ് മുടക്കിയെങ്കിൽ ആ ബഡ്ജറ്റ് പോലും അതിൽ നിലവാരം പുലർത്തിയെങ്കിൽ ബഡ്ജറ്റ് ചിലവാക്കിയിട്ടാണ് ചിത്രം വന്നത് പോലും തോന്നിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു പശ്ചാത്തലമായി മാറുന്നുണ്ട് പല ഭാഗത്തും. എനിക്ക് വളരെ മോശപ്പെട്ട ഒരു അനുഭവമായിട്ടാണ് തമ സമ്മാനിച്ചത്. കാരണം വേറെ നമ്മൾ 180 രൂപ മുടക്കി ഒരു ചിത്രം കാണുമ്പോൾ അതിനുള്ള അത്യാവശ്യം ഒരു 100 രൂപയ്ക്ക് ക്വാളിറ്റി തരണമായിരുന്നു. ആ ഒരു ക്വാളിറ്റി പോലും പടത്തിൽ എവിടെയും കണ്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ മോശമായിട്ടുള്ള
പ്രകടനങ്ങളൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പാട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഐറ്റം ഡാൻസ് വരുന്നുണ്ട്. ഈ പ്രായം എന്തിനാണോ ബാറിലും പബ്ബിലൊക്കെ പോകുന്നത് ഇപ്പോൾ എനിക്ക് പിടി കിട്ടിയിട്ടില്ല. ഇടയ്ക്ക് നമ്മുടെ ലോഗോ എന്ന് പറയുന്ന നമ്മുടെ ലോഗയിലെ കഥാപാത്രങ്ങളൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. തിരിച്ചിലും അതേപോലെ തന്നെയാണ് പോയിട്ട് ഒരു സൂപ്പർ മൂണാണെങ്കിൽ സൂപ്പർ മാൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം ഇതിൽ നമ്മുടെ നായകന് വെയിൽ പറ്റിയില്ല, ഇരുട്ടാണ് മാത്രമേ കൂടുതലായി പറ്റുള്ളൂ. വെയിൽ വരുമ്പോൾ നമ്മുടെ ഇതിൽ കല്യാണി പ്രദേശം വന്നപ്പോൾ തന്നെ നമ്മുടെ നായകന്റെ കയ്യിൽ മുകളിലൊക്കെ എന്തൊക്കെ പുറം വരും, നായകന്റെ മുകളിലും വരുന്നുണ്ട്. അത് വേറെ കേസ്. ഇതിൽ നായിക എന്ന് പറയുമ്പോൾ കുറച്ച് ഗുജറാത്ത് കലാപം, പണ്ടത്തെ കുറച്ച് കലാപം കാരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതെന്തിനാണ് ആ സീന് എടുത്ത് കാണിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് അത്രമത്തെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറച്ച് യൂണിവേഴ്സ് നമ്മുടെ ലോകയില് നമ്മുടെ കല്യാണി പ്രദേശം, അതുപോലെ മമ്മൂക്ക, ദുൽഖർ, ടോവിനോ ടീം പോലെ തന്നെ ഒരു നല്ലൊരു ഗ്യാങ് ഉണ്ട്, ഇതിൽ മോശപ്പെട്ട ഗ്യാങ് ഉണ്ട്. അപ്പൊ ഈ അതേപോലെ തന്നെ ഏകദേശം ആ സ്റ്റോറിക്ക് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു ടീമാണ് രശ്മിക മന്ദാനയുടെ ടീമുണ്ട്. അവർക്ക് അവിടെ ഭദ്രകാളിയും ചാർച്ചയൊക്കെ ആയിട്ടായാലും നമ്മുടെ ഒരു വില്ലനെ ഒരു ഗുഹയ്ക്കുള്ള അടച്ചിടുന്നു. ലാസ്റ്റ് അദ്ദേഹം ഇറങ്ങി പോകുന്നുണ്ട്. അതിന് വേറെ പുതിയൊരു കഥാപാത്രമായി ഇൻപുട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഇതിന്റെ സെക്കൻഡ് പാർട്ട്, ഇനി വരാൻ വേണ്ട പോകുന്ന പാർട്ടിലായിട്ട് അവർ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. എനിക്ക് എവിടേക്കോ ലോക കണ്ട പോലെ ഒരു പ്രതിനിധി തോന്നുന്നു. ഇതിൽ നമ്മുടെ നായകനെ കടിക്കുമ്പോൾ നായകനും അതേപോലെ തന്നെ പല്ല് മുളയ്ക്കുന്നു. അവിടേക്ക് എന്തൊക്കെ കോമഡിയൊക്കെ കാട്ടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒന്നും തന്നെ വർക്കായില്ല. ഒറ്റയടിക്കുന്ന നായകൻ ഒന്നും അറിയാതെ തന്നെ നായികയുടെ ടീമിലേക്ക് ചേരുകയാണ്. നായികയ്ക്ക് വേണ്ടിയിട്ട് ഒരു പൂസപ്പനായിട്ട് ചേരുന്നുണ്ട് ഇരുഭാഗത്തായിട്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ ലോഗിൽ നമ്മുടെ സാൻഡി മാസ്റ്റർ അതിരിപ്പിച്ച പോലെ ഒരു പോലീസുകാരൻ ഇതിലും വരുന്നുണ്ട്. പോലീസൊക്കെ ഇട്ട് വരുന്നു. അദ്ദേഹത്തിന് ലാസ്റ്റ് ക്ലൈമാക്സിനൊക്കെ എത്ര സമയത്ത് പല്ലൊക്കെ വരുന്നുണ്ട് ഒരു പബ്ബിലൊക്കെ വെച്ചിട്ട്. അതിനിടയ്ക്ക് വേറെ ഐറ്റൻഡൻസിനിടയ്ക്ക് അതും പെടുത്തി ഈ ആളുടെ അച്ഛനെ കൊന്നു പറഞ്ഞിട്ട് കുറെ ഫ്ലാഷ് ബാക്ക് ഞാനൊക്കെ പോകുന്നുണ്ട്. നായിക എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്. വിമാനത്തിൽ താമസിക്കുന്ന കഥാനായിക അല്ലെങ്കിൽ പ്രേതം ഫോറസ്റ്റിനുള്ളിൽ വേറെ അയാളുടെ കുറെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ലോജിക്ക് ഇല്ലാതെ മുന്നോട്ട് പോകുന്ന തരത്തിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ഒന്നും പറയാതെ വളരെയധികം നല്ല ഇതിനെ വെറുപ്പിച്ചിട്ടുണ്ട് എല്ലാ തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും. ഇതിലൊക്കെ രശ്മിക കയറ്റിയത് ഒരു മന്ന പിടിച്ചുള്ള കഥാപാത്രമായിട്ടാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒന്നും അറിയണ അന്നം വിട്ട് നോക്കുന്ന ഒരു കഥാപാത്രം ഇങ്ങനെയാണ് കണ്ണുറിച്ച് ഞാൻ നോക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ പല്ല് മുളയ്ക്കും, കടിക്കാൻ തോന്നും. പക്ഷെ എന്തോ കടിക്കാൻ തോന്നുന്നില്ല. പിന്നീട് എന്തോ എപ്പോഴൊക്കെ നന്നായി പോകുന്ന കഥാപാത്രമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. നമ്മുടെ ലോകയിലെ പോലെ തന്നെ ബ്ലഡ് വരുന്ന പോലെ നമ്മുടെ നായകനിൽ ചോര കുടിക്കുന്ന ഭാഗമാണെങ്കിൽ ജ്യൂസ് കുടിക്കുന്ന പോലെയാണ് നമ്മുടെ നായകൻ ഇത് രക്തം ഇങ്ങനെ കുടിച്ചിങ്ങനെ വറ്റിക്കുന്ന ഭാഗം കാണിച്ചിട്ടുണ്ട്. അതിലേക്ക് വന്നു. എന്തിനോ ഇല്ലാത്ത വരുൺ ധവാൻ ഈ ചിത്രത്തിൽ വരുന്നുണ്ട്. എന്തിനാണ് കഥാപാത്രം വന്നൊന്നും പോയെന്നോ ഇതിൽ ചെയ്തവർക്ക് അറിയില്ല, വരുൺ ധവാൻ അറിയില്ല. കണ്ട എനിക്കും മനസ്സിലായിട്ടില്ല ആ കഥാപാത്രം. ഒരു ഫൈറ്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വരുൺ ധവാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനെന്താണാവോ. എന്തായാലും ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ മലങ്കൾട്ട് അപരാധം ഇപ്പോഴൊന്നും അവസാനിക്കുന്ന ചാൻസ് നമ്മൾ സ്റ്റാർട്ടിംഗ് വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഇനി 2028 അപ്പുറത്തോട്ടായിട്ട് ഒരു പുതിയ പ്ലാനുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ അതിന്റെ ക്രെഡിറ്റ് സീനിൽ എന്താ പറയാ വളരെ അധികം ഇതിന്റെ ഒരു അടുത്തൊരു പാട്ട് വരാൻ വേണ്ടി പോകുന്നതൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവ തിരിച്ചും എന്താ തമ്മയെ കുറിച്ച് പറയുമ്പോൾ സമയമുള്ളവർക്ക് വെറുതെ കാണാൻ പോകുന്ന ഒരു ചിത്രം തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ. എനിക്കൊരു മൂഞ്ചിയ ഒരവസ്ഥ അല്ലെങ്കിൽ ഞാൻ കണ്ടൽ വെച്ചൊരു മലങ്കൾട്ടിൽ അപരാധം പിടിച്ചൊരു പടമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. എന്തായാലും നമ്മുടെ കുട്ടൂസിന്റെ ക്യൂട്ട്നെസ് പ്ലസ് ഹൊറർ കാണാൻ താല്പര്യം കൊടുക്കുന്നത് കണ്ടു നോക്കുക. അത് മാത്രമേ ഉള്ളൂ പടത്തില്. ബൈ ബൈ.